ഹായ്. മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ യാത്ര പോയിട്ടുണ്ടോ? ഞങ്ങൾ നേരത്തെയും പോയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പോയതാണെങ്കിൽ വർക്കല പാം ട്രീ ഹെറിറ്റേജിലോട്ടാണ് പോയത്. ഉച്ചയ്ക്ക് ഹസ്ബൻഡ് വന്ന് പറയുന്നു, നമുക്കൊരു യാത്ര പോയാലോ, മൂന്നാറിലേക്ക് ബുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. റിസോർട്ട് കിട്ടിയാൽ നമ്മൾ ഇപ്പോൾ ഇറങ്ങും, അരമണിക്കൂറിനകത്ത് നിങ്ങൾ റെഡിയായി ഇറങ്ങണമെന്ന്. പക്ഷെ മൂന്നാർ കിട്ടിയില്ല, നേരെ വർക്കലയിലോട്ടാണ് കിട്ടിയത്. നേരെ ഫുഡ് കഴിച്ച ഉടനെ ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ വൈകുന്നേരമായി, സന്ധ്യയായിരുന്നു. പിന്നെ കടലിൽ കുറച്ച് നേരമൊക്കെ ഇറങ്ങിയിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് കുട്ടികളും ഞാനും ഒക്കെ ആയിട്ട് അങ്ങ് സ്വിമ്മിംഗ് പൂളിൽ കിടന്നങ്ങ് അറുമാദിച്ച്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ കാണാൻ വന്നിട്ടുള്ളതുകൊണ്ട് അവർ പുറത്ത് റെസ്റ്റോറൻറ്റിലായിരുന്നു. അതിനുശേഷം അവിടുത്തെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ശരിക്കും നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ റിസോർട്ടിൽ പോകണം. ബീച്ചിനോട് ചേർന്നിട്ട് നമുക്ക് കടലിൽ അഭിമുഖമായിട്ട് ഇങ്ങനെ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുള്ള കുറേ മേശയും കസേരയും തടി കൊണ്ടുള്ളത് ഇങ്ങനെ ഒരുക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് കടലിലോട്ട് നോക്കിയിരുന്നിട്ട് ഫുഡ് കഴിക്കാം, നല്ല കാറ്റായിട്ട് അവിടെ ഇരിക്കാം. നല്ല രസമായിരുന്നു. പിന്നെ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് കടലിനോടുള്ള പേടിയൊക്കെ ഏകദേശമൊക്കെ മാറിയത് ഇന്നത്തെ ഒരു ദിവസം കൊണ്ടാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് കടലിൽ കളിക്കുകയും നല്ല ഒരു വൈബായിരുന്നു ആ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. അവിടുത്തെ ഫുഡ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല ഫുഡായിരുന്നു. പ്രത്യേകിച്ച് രാവിലെ കഴിച്ച ഇഡ്ഡലി സാമ്പാറും കുട്ടികൾ ഇപ്പോഴും പറയുന്നു എൻ്റെ നാവിൻ തുമ്പത്തിരിക്കുന്നു അതിൻ്റെ രുചിയെന്ന്. വൈകുന്നേരം തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ബൈ.